വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രണ്ടാം തവണയും കിരീടം നേടിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രണ്ടാം തവണയും കിരീടം നേടിയ ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. വഡോദരയിൽ നടന്ന ഫൈനലിൽ ഡൽഹി ക്യാപ്റ്റൻസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് സ്മൃതി മന്ധാന നയിക്കുന്ന RRC കിരീടം നേടിയത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡായ BCCIയുടെ ആസ്ഥാനം മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയമാണ്. മൂന്നാമത് അന്താരാഷ്ട്ര ഊർജ്ജ മേള നടക്കുന്നത് കൊച്ചിയിലാണ്. പവറിംഗ് എനർജി ഫ്യൂച്ചർ എന്ന പ്രമേയത്തിലാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. KSEBയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തുള്ള വൈദ്യുതി ഭവൻ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ വനിതാ കർഷകർക്കായി നടപ്പിലാക്കുന്ന പുതിയ ക്യാമ്പയിന്റെ പേരാണ് ജീവനം ക്യാമ്പയിൻ. ദേശീയപാതകളിലെ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരുടെ പരാതികൾ സ്വീകരിക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സജ്ജമാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ രാജ് മാർഗ് യാത്ര. ടോൾ പ്ലാസകൾ, പെട്രോൾ പമ്പുകൾ, ആശുപത്രികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്. ഇന്ത്യയിലെ ദേശീയ പാതകളുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നാസയുടെ ഏത് ദൗത്യത്തിന്റെ ഭാഗമായാണ് ആദ്യമായി ഒരു വനിത ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്നത്? ആർടെമിസ് 2. ക്രിസ്റ്റീന കോക്കാണ് ഈ ദൗത്യത്തിലൂടെ ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിതയാകാൻ ഒരുങ്ങുന്നത് ക്രിസ്റ്റീന കോക്ക്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ സ്ഥാപിതമായത് 1958-ലാണ്. ആർടെമിസ് ദൗത്യങ്ങൾക്കായി നാസ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം.